നിങ്ങളുടെ ക്യാമറ ഇപ്പോൾ നിങ്ങൾ മാനുവൽ മോഡിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട്. അതുപോലെ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. ലെൻസിൽ നിങ്ങൾ ഫോക്കസ് എന്നുള്ളത് ഓട്ടോ ഫോക്കസ് അല്ലെങ്കിൽ എ എന്ന ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ലെൻസിലുള്ള രണ്ടാമത്തെ സ്വിച്ച് VR അഥവാ IS എന്ന് എഴുതി ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെൻസിൻ്റെ ക്യാപ്പ്, ഫ്രണ്ടിലുള്ള ലെൻസ് ക്യാപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരവസ്ഥയിലാണ് നിങ്ങളുടെ ക്യാമറ ഉള്ളത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇനിയുള്ള ഭാഗം പറഞ്ഞ് തുടങ്ങുന്നത്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ക്യാമറ കയ്യിലെടുക്കുക. ക്യാമറ കയ്യിലെടുക്കുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ വലത് കൈയുടെ 3 വിരലുകൾ ഉപയോഗിച്ചിട്ട് ക്യാമറയുടെ സൈഡിലുള്ള ഗ്രിപ്പ് നന്നായിട്ട് ഹോൾഡ് ചെയ്യുക. അതിൻ്റെ പേശികൾ ഉപയോഗിച്ചിട്ട് ബാക്കിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ആ ക്യാമറ വലത് കൈയിൽ ഉറച്ചു നിൽക്കും. ഇനി അതെടുത്ത് ഇടത് കൈയുടെ വെള്ളയിലേക്ക് വയ്ക്കുക. ലെൻസിൻ്റെ നെക്കിൽ നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും അപ്പുറത്തുമായിട്ട് വരണം. ആ രീതിയിൽ ക്യാമറ ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ വലത് കൈ മുകളിലോട്ട്, ഇടത് കൈ ക്യാമറയുടെ നെക്കിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷനും അതുപോലെ പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ ഓരോ സമയത്തും നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ചാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷനാണ്, അതായത് വലത് കൈ നേരെ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ വലത് കണ്ണിലൂടെ വ്യൂ ഫൈൻഡറിലേക്ക് നോക്കുക. ഇടത് കണ്ണ് ഫ്രീ ആണ്. വലത് കണ്ണ് വ്യൂ ഫൈൻഡറിൽ ചേർത്ത് വെച്ചിട്ട് അകത്തേക്ക് നോക്കുക. നിങ്ങൾ എന്താണ് കാണുന്നത്? പുറത്തുള്ള സീൻ, നിങ്ങൾ എന്താണോ ഫോട്ടോ എടുക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നുണ്ടാകും. പക്ഷേ അതുകൂടാതെ കുറേ എഴുത്തുകളും ഡോട്ട്സൊക്കെ ആയിട്ട് നിങ്ങളുടെ ആ ഫ്രെയിമിനകത്ത് വേറെ എന്തൊക്കെയോ അഡീഷണൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചിത്രത്തിൽ ഓവർലേ ചെയ്തതുപോലെ നിങ്ങൾക്ക് കുറേ എഴുത്തുകൾ, കുറേ അക്കങ്ങളുണ്ട്, അതുപോലെ കുറേ ചിഹ്നങ്ങളുണ്ട്, പിന്നെ കുറേ കുത്തുകളും എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ട്. ത്രൂ ഔട്ട് ദ ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പുറത്തുള്ള ഫ്രെയിമിൽ ഓവർലേ ചെയ്തതുപോലെയാണ് ഈ സാധനങ്ങളൊക്കെയും കാണുന്നത്. അങ്ങനെ കുറേ എഴുത്തുകൾ കാണുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ താഴെ ഭാഗത്ത് മധ്യത്തിലായിട്ട് നിങ്ങൾക്കൊരു സ്കെയില് പോലെ ഒരു സംഭവം കാണാൻ പറ്റും. അതായത് ഒരു കുറേ അടുത്തടുത്ത് കുഞ്ഞു വരകളുടെ നമ്മുടെ മെഷറിംഗ് സ്കെയിലിൽ കാണുന്നത് പോലെ സെൻറ്ററിൽ 0, അവിടെ നിന്ന് വലത്തോട്ട് 1, 2, ചില ക്യാമറകളിൽ 3 വരെ ഉണ്ടാവും. അതുപോലെ 0യിൽ നിന്നും ഇടത്തോട്ട് -1, -2, -3 എന്ന് പറഞ്ഞ് 3 വാല്യൂസും അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കുഞ്ഞു വരകളും ആയിട്ടുള്ള ഒരു സ്കെയില് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സ്കെയിലിൻ്റെ അടിയിലായിട്ട് ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു പോയിൻ്ററും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കാനൺ ക്യാമറയിലാണെങ്കിൽ ഒരു സിംഗിൾ പോയിൻ്റർ ആയിരിക്കും ഉണ്ടാവുക. നിക്കോൺ ക്യാമറയിലാണെങ്കിൽ ഒരു ഗ്രാഫ് പോലെ വലത്തോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ക്യാമറ അനങ്ങുന്നതിനനുസരിച്ച് ഈ ഗ്രാഫിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സംഭവം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അതിനകത്ത് കാണുന്നില്ല. സെൻറ്ററിൽ താഴെ ഭാഗത്ത് സെൻട്രലായിട്ട് കാണുന്ന ഒരു സ്കെയിൽ, മെഷറിംഗ് സ്കെയിൽ പോലെയുള്ള ഒരു ചെറിയൊരു സംഭവം. ഇപ്പോൾ ഇതാ സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഇതുപോലെ ഒരു സാധനം നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളുടെ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക. അത് കണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലുള്ള വാല്യൂ 0 ആണ്. വലത്തോട്ട് 1, 2, 3 ആണ്. അതുപോലെ 0യിൽ നിന്നും ഇടത്തോട്ട് -1, -2, -3 ആണ്. ഇങ്ങനെ ഒരു വാല്യൂവിലാണ് നിങ്ങൾക്ക് ആ സ്കെയില് അവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെയായിട്ട്, അതിനോട് ചേർന്ന് തന്നെ താഴെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ഒരു പോയിൻ്ററും ഉണ്ട് അല്ലേ? ഇതാണ് നമ്മൾ എക്സ്പോഷർ മീറ്റർ എന്ന് വിളിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട, മാനുവൽ ഫോട്ടോഗ്രാഫിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് എക്സ്പോഷർ മീറ്റർ? നിങ്ങളുടെ ചിത്രത്തിന് എത്രത്തോളം തെളിച്ചം ഉണ്ടാകും എന്ന് നിങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു ചെറിയൊരു ടൂളാണ് എക്സ്പോഷർ മീറ്റർ. ഈ മീറ്റർ, അതിൻ്റെ വാല്യൂ, ഇതിൻ്റെ താഴെ ഓടിക്കളിക്കുന്ന ആ സ്ലൈഡർ കൃത്യമായിട്ടും 0യുടെ താഴെ ലൊക്കേറ്റ് അല്ലെങ്കിൽ അവിടെ പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ, ഇത് കാനണിലാണ്, നിക്കോണിലാണെങ്കിൽ 2 വശത്തോട്ടും കയറിപ്പോയിരിക്കുന്ന ആ ഗ്രാഫ് കുറഞ്ഞു വന്ന് 0യുടെ അടിയിൽ ഒരൊറ്റ പോയിൻ്ററായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, എല്ലാ ക്യാമറയിലും ഇങ്ങനെ തന്നെയാണ് എക്സ്പോഷർ മീറ്റർ വരുന്നത്. അതുകൊണ്ട് തന്നെ സോണി, ഫ്യൂജി ഫിലിം ഒക്കെ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ ക്യാമറയിൽ ഈ പറഞ്ഞ സെറ്റിങ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ആ പോയിൻ്റർ നിങ്ങൾക്ക് കറക്റ്റ് 0യുടെ താഴെ വന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ബ്രൈറ്റ്നസ് ആയിരിക്കും. അതായത് നിങ്ങൾ കണ്ടതുപോലെ തന്നെയുള്ള
ഒരു ബ്രൈറ്റ്നസ് ആയിരിക്കും ഒരു 70% ചാൻസിലും നിങ്ങൾക്ക് കിട്ടുക. ഇതിൻ്റെ പിന്നാമ്പുറത്ത് കുറേ സെറ്റിങ്സ് വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഇത് കൃത്യമായി കിട്ടണമെന്നില്ല. പക്ഷേ 70% സമയത്തും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ആവശ്യത്തിനുള്ള ബ്രൈറ്റ്നസ് ആയിരിക്കും നിങ്ങളുടെ ചിത്രത്തിന് കിട്ടുക. അപ്പോൾ എക്സ്പോഷർ മീറ്റർ ഒന്നുകൂടെ ഇനിയൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. അതിന് അടിയിൽ ഓടിക്കളിക്കുന്ന പോയിൻ്റർ നിങ്ങൾ അത് 0-യിലാണോ ഉള്ളത്, വലത്തോട്ടാണോ ഉള്ളത്, ഇടത്തോട്ടാണോ ഉള്ളത്, ഇതാണ് ഇനി നിങ്ങൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പോയിൻ്റർ എക്സ്പോഷർ മീറ്ററിലെ റീഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ആ പോയിൻ്റർ കറക്റ്റ് 0-യിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ബ്രൈറ്റ്നസ് ഉള്ള ഒരു ചിത്രമായിരിക്കും നിങ്ങൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക. ഇനി ആ സ്ലൈഡർ, ആ പോയിൻ്റർ ഇടത്തോട്ടാണ് നീങ്ങി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രങ്ങൾ ഒരല്പം ഡാർക്കായിട്ടുള്ള ഒരു ചിത്രങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ സ്ലൈഡർ വലത്തോട്ടാണ് നീങ്ങി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ബ്രൈറ്റ്നസ് കൂടിയ ചിത്രങ്ങളായിരിക്കും കിട്ടുക. ഇനി ഈ പോയിൻ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അതിനകത്ത് വലത്തോട്ടും ഇടത്തോട്ടും 1, 2, 3 എന്ന് പറഞ്ഞ് 3 വാല്യൂസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ 2 ചെറിയ പോയിൻ്ററുകളുണ്ട് അല്ലേ. 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ 2 ചെറിയ വരകളുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് എത്ര പോയിൻ്റ് വരെ കൂടാം എന്നുള്ളതാണ്. 0-യിൽ നിന്നും ആദ്യത്തെ ഒരു വരയിലാണ് ഉള്ളതെങ്കിൽ അത് നമുക്ക് വലിയൊരു കുഴപ്പമില്ലാത്ത ഒരു ചിത്രം തന്നെ ആയിരിക്കും. ഒരല്പം ബ്രൈറ്റ്നസ് കൂടുതലുണ്ടാവും, എന്നാലും അതുകൊണ്ട് ചിത്രത്തിന് ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. ഇനി ആ സ്ലൈഡർ 2 പോയിൻ്റ് കൂടുകയാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും കിട്ടും. ഓവർ ബ്രൈറ്റ് ആയിരിക്കും എങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി 1, 2 ഇത് പോയിട്ട് ഒരു 2 എന്ന് എഴുതിയ അവിടെയൊക്കെയാണ് നിങ്ങളുടെ സ്ലൈഡർ ആ പോയിൻ്റർ പോയി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രം ഒരുപാട് ഓവർ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ചിത്രമായിരിക്കും. അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഉപയോഗിക്കാൻ പറ്റി എന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ മീറ്റർ റീഡിങ് അല്ലെങ്കിൽ ഈ എക്സ്പോഷർ മീറ്ററിൻ്റെ പോയിൻ്ററിനെ 0-യിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇനി തിരിച്ചു വരാം. നിങ്ങളുടെ പോയിൻ്റർ ഇടതുവശത്തോട്ടാണ് നീങ്ങി നിൽക്കുന്നത്, അതായത് 0-യിൽ നിന്നും -1-ലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കുറവായിരിക്കും. ഇനി അത് കുറഞ്ഞ് നിങ്ങൾ -2-ഓ -3-ൽ പോയി നിൽക്കുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രം കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിട്ടുള്ള ഒരു കറുത്തൊരു ഫ്രെയിം മാത്രമായിരിക്കും. അതിനകത്ത് ചിലപ്പോൾ ഒബ്ജക്ട്സിനെ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ 0-യിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ ബ്രൈറ്റ്നസ് ഉണ്ടാവും. ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞ് അത് ആ പോയിൻ്റർ ഇടത്തോട്ട് നീങ്ങുന്നതോറും ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞ് അവസാനം അതൊരു വെറും കറുത്തൊരു ഫ്രെയിം മാത്രമാവും. ഇനി വലത്തോട്ടാണ് നീങ്ങുന്നത് എങ്കിൽ വലത്തോട്ട് നീങ്ങുന്നതോറും ആ പോയിൻ്റർ നീങ്ങുന്നതിനനുസരിച്ച് ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കൂടി ഒരു പരിധിക്കപ്പുറത്തോട്ട് വലത്തോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ വെറും വെളുത്തൊരു ഫ്രെയിം മാത്രം നിങ്ങൾക്ക് കിട്ടും. എക്സ്പോഷർ മീറ്ററിൻ്റെ പ്രവർത്തനം എന്താണ് എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ നേരെ ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വ്യൂ ഫൈൻഡറിൽ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് ഈ എക്സ്പോഷർ മീറ്ററിലേക്കാണ്. എക്സ്പോഷർ മീറ്റർ കൃത്യമായിട്ട് 0-യിൽ വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിൽക്കുന്നില്ലെങ്കിൽ അത് വലത്തോട്ടാണ് നീങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കേണ്ടത് എന്താണ്? നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ചിത്രം ഓവർ എക്സ്പോസ് ആയത്, അതായത് ബ്രൈറ്റ്നസ് കൂടുതലുള്ള ചിത്രമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഇടത്തോട്ടാണ് നീങ്ങി നിൽക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് ഇരുണ്ട ചിത്രങ്ങളാണ് കിട്ടാൻ പോകുന്നത് എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ കണക്ക് കൂട്ടിയേക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ബ്രൈറ്റ്നസ് ഉള്ള ഒരു ചിത്രമാണ് വേണ്ടതെങ്കിലോ അതിന് നിങ്ങൾ ക്യാമറയുടെ സെറ്റിങ്സ് മാറ്റി എക്സ്പോഷർ മീറ്ററിൻ്റെ സ്ലൈഡർ 0-യിലേക്ക് കൊണ്ടുവരണം. നമ്മൾ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സ്പോഷർ മീറ്റർ തന്നെ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പോഷർ മീറ്ററിലേക്ക് നോക്കണം. നിങ്ങൾക്ക് കൃത്യമായ ബ്രൈറ്റ്നസ് ഉള്ള ഒരു ചിത്രം കിട്ടണമെങ്കിൽ നിങ്ങളുടെ എക്സ്പോഷർ മീറ്ററിൻ്റെ പോയിൻ്റർ 0-യിൽ തന്നെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇനി അത് ഇടത്തോട്ടാണ് നീങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രം ഇരുണ്ടു പോകും. അതുപോലെ അത് വലത്തോട്ടാണ് നീങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രം ബ്രൈറ്റ്നസ് കൂടിപ്പോകും. ഒരു പരിധി വിട്ടിട്ട് ബ്രൈറ്റ്നസ് കൂടിയാൽ അത് ചിത്രം വെളുത്തു പോകും. വെളുത്തൊരു ഫ്രെയിം മാത്രം, അതിനകത്ത് ഒബ്ജക്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ഇനി അതുപോലെ നിങ്ങൾ ഇടത്തോട്ടാണ് സ്ലൈഡർ നീങ്ങുന്ന ഒരു പരിധി വിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രങ്ങൾ വെറും ബ്ലാക്ക് ആയിരിക്കും, അതിനകത്തൊന്നും തന്നെ കാണാനുണ്ടാവില്ല. ഇനി ഇങ്ങനെ നീങ്ങിപ്പോകുന്നതിന് നമ്മളൊരു പ്രത്യേക പേരിട്ടിട്ടാണ് വിളിക്കാറുള്ളത്. നമുക്കൊരു ചിത്രത്തിന് കൃത്യമായ എക്സ്പോഷർ എന്ന ഒരു കറക്റ്റ് എക്സ്പോഷർ അല്ലെങ്കിൽ പെർഫെക്റ്റ് എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റിങ്സ് ഇല്ല. അത് 0-യിൽ നമ്മൾ കൊണ്ടുവയ്ക്കുന്നത് നമ്മളുടെ ഒരു ഏകദേശം ഒരു ഊഹത്തിനനുസരിച്ചാണ് നമ്മൾ 0-യിൽ എക്സ്പോഷർ മീറ്റർ വയ്ക്കുന്നത്. പല അവസരങ്ങളിലും നമുക്കത് പരാജയപ്പെടാനും സാധ്യതയുണ്ട്. എങ്കിലും അത് നമുക്കൊരു കൃത്യമായ എക്സ്പോഷറിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്നു എന്ന് ധരിക്കുക.
ഇനി നിങ്ങളുടെ മീറ്റർ ഇടത്തോട്ടാണ് നീങ്ങുന്നതെങ്കിൽ, അതായത് 0-ൽ നിന്നും ഇടത്തുവശത്തോട്ടാണ് നീങ്ങി പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ അണ്ടർ എക്സ്പോസ്ഡ് എന്നാണ് പറയുക. അതായത് നിങ്ങൾ മീറ്റർ ഇടതുവശത്താക്കിയിട്ടാണ് ഫോട്ടോ എടുത്തതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മീറ്റർ ഇടതുവശത്താണ് ഉള്ളതെങ്കിൽ, അതുമല്ലെങ്കിൽ നിങ്ങൾ എടുത്ത ചിത്രം ഇരുണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അണ്ടർ എക്സ്പോസ്ഡ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ഒരു വാക്കുള്ളത്, നിങ്ങളുടെ മീറ്റർ, എക്സ്പോഷർ മീറ്റർ 0-ൽ നിന്നും വലത്തോട്ടാണ് നീങ്ങി നിന്നിട്ടുള്ളത് എങ്കിൽ, അതുമല്ലെങ്കിൽ നിങ്ങൾ പടം എടുക്കുമ്പോൾ അറിയാതെ നിങ്ങളിൽ നിന്ന് വലത്തോട്ട് നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ നിങ്ങൾ എടുത്ത ചിത്രം ആവശ്യത്തിലധികം വെളുത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചിത്രത്തിനെ ഓവർ എക്സ്പോസ്ഡ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ചിത്രത്തിൻ്റെ, ഒരു ഒബ്ജക്റ്റിൻ്റെ ബ്രൈറ്റ്നെസ് നമ്മൾ തീരുമാനിക്കുക. ഏറ്റവും നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ എക്സ്പോഷർ മീറ്റർ 0-ലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി എങ്ങനെയാണ് എക്സ്പോഷർ മീറ്റർ 0-ലേക്ക് എത്തിക്കുക? അതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എക്സ്പോഷർ മീറ്റർ 0-ലേക്ക് കൊണ്ടുവരാനായിട്ട് അതിന് പ്രത്യേകിച്ചൊരു ഡയലോ അല്ലെങ്കിൽ അതിനൊരു കൺട്രോളോ ഒന്നും തന്നെ ഇല്ല. മറ്റ് പല സെറ്റിങ്സിൻ്റെയും ഒരു ഔട്ട്പുട്ട് മാത്രമാണ് എക്സ്പോഷർ മീറ്റർ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് എക്സ്പോഷർ മീറ്ററിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മറ്റു പല കാര്യങ്ങളും നിയന്ത്രിക്കുമ്പോൾ എക്സ്പോഷർ മീറ്റർ നിങ്ങൾക്ക് കൃത്യമായിട്ട് 0-ലേക്ക് മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരല്പം നീണ്ട ഒരു വിഷയമാണ്, എങ്കിലും നമുക്ക് ഓരോന്നായിട്ട് ശ്രദ്ധിച്ച് ആ എക്സ്പോഷർ മീറ്ററിനെ എങ്ങനെ നമുക്ക് 0-ലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി പഠിക്കാം.